ഏകദേശം ചക്കക്കാലമൊക്കെ കഴിയാറായില്ലേ? എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒന്നും തീർന്നിട്ടില്ല. കുറച്ചൊക്കെ ചക്ക ഇപ്പോഴും ബാക്കിയുണ്ടല്ലേ? ചക്ക കൊണ്ട് നമ്മൾ എന്തെല്ലാം ഐറ്റംസ് തയ്യാറാക്കാറുണ്ട്. അതിൻ്റെ ചക്കക്കുരു കൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റം തയ്യാറാക്കാറില്ലേ? ഇതൊരു വെറൈറ്റി ആയ ഒരു കറി നമുക്ക് ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കിയല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേയും ചക്കക്കുരു വന്നാൽ ബാക്കി വാരി കളയുക പതിവ്. ഞാനങ്ങനെ കളയാറില്ല, ഇട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതെന്താ, കുറച്ച് ചക്കക്കുരു എടുക്കുക. എടുത്തിട്ട് അതിൻ്റെ പുറംതൊലി മാത്രം കളഞ്ഞെടുത്താൽ മതി കേട്ടോ. പാഴിക്കളയുന്ന ചക്കക്കുരു കൊണ്ട് നമുക്ക് ഹെൽത്തിയായ ഐറ്റം തന്നെ തയ്യാറാക്കാം ഇന്ന്, വളരെ ഹെൽത്തി ആയിട്ട്. അതിലിതേ ഇങ്ങനെ ഞാൻ ആ പുറംതൊലി മാത്രം കളഞ്ഞെടുത്ത് ഈ പൂപ്പോട് കൂടി തന്നെ എടുക്കണം കേട്ടോ. അതാണ് നല്ല ഗുണമുള്ള സാധനം. എന്നിട്ട് ഇതുപോലെ ഞാൻ കനം കുറച്ചിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അരിയാം. അതരിഞ്ഞ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള, ഞാൻ 2 സവാള എടുത്ത് കേട്ടോ. ചക്കക്കുരു കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് 2 സവാള എടുത്തത്. എടുത്തിട്ട് അത് ഞാൻ വേറെ ഒരു പാൻ എടുത്ത് അതിൽ നിന്ന് ഈ അരിഞ്ഞു വെച്ചതിൽ നിന്ന് കുറച്ച് ചക്കക്കുരുവും സവാള അരിഞ്ഞതിൽ നിന്ന് കുറച്ച് സവാള ഇതിലേക്കിട്ട് ബാക്കി ചക്കക്കുരു മാറ്റി വെച്ച് ബാക്കി സവാളയും ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഈ എടുത്ത ചക്കക്കുരുവും സവാളയിൽ എരിവിന് 2-3 പച്ചമുളകും ഇട്ട് അതിനാവശ്യമായ ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനത് വേവാനായിട്ട് വെച്ചു. അതൊന്ന് വേവട്ടെ, ലോ ഫ്ലെയിമിലിട്ട് നമുക്കതിനെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് കറി തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ ചക്കക്കുരുവും സവാളയും കൂടെ ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് ഞാനൊരു ചീനിച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാളയും ചക്കക്കുരുവും ഒരുമിച്ച് നമുക്ക് ഇതിലേക്ക് ഇങ്ങ് തട്ടി കൊടുക്കാം കേട്ടോ. അത് തട്ടി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനൊന്ന് വാട്ടിയെടുക്കണം ഫസ്റ്റ്. അതായത് നമുക്ക് വഴറ്റിയെടുക്കുന്ന പരുവത്തിൽ ആ സവാളയുടെ നീരിൽ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ ഉപ്പിൻ്റെയും സവാളയുടെയും നീരിൽ ആ ചക്കക്കുരു ഒന്ന് വെന്ത് വഴന്ന് വരും. ആ വരാൻ പാകത്തിന് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അത് അടച്ചു വെച്ച് നന്നായിട്ട് നമുക്കതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്തേക്ക് നമ്മളിത് ഇപ്പുറത്ത് വെച്ചില്ലേ ആദ്യം വെച്ചത്, അത് വെന്ത് റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരല്പം കറിവേപ്പിലയും കൂടെ, ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ചക്കക്കുരു മെഴുക്കുരുട്ട് റെഡിയായി. ഒരു ചക്കക്കുരു കൊണ്ടുള്ള ഒരു ഐറ്റം റെഡിയായി കഴിഞ്ഞു. നന്നായിട്ടൊന്ന് ഇളക്കി തോർത്തി എടുത്താൽ മാത്രം മതി. ലോ ഫ്ലെയിമിട്ട് തന്നെ ഇത് വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ പരുവത്തിൽ വെന്ത് കിട്ടിയാൽ മതി. കുഴഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് ഇളക്കി മാറ്റിയെടുക്കുമ്പോൾ അത് മെഴുക്കുരുട്ടി ഇവിടെ റെഡിയാവും. ഇടയ്ക്ക് നമ്മൾ ഇവിടെ ചക്കക്കുരുവും ഉള്ളിയും വഴറ്റാൻ വെച്ചതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കണം കേട്ടോ. അത് അടിയിൽ പിടിക്കാതെ നോക്കിക്കൊള്ളണം. ആ സമയത്തേക്ക് ഇതേ മെഴുക്കുരുട്ടി റെഡിയായി. ഇതിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചക്കക്കുരു മെഴുക്കുരുട്ടി നമുക്കറിയാലോ, കുട്ടിക്കാലം തൊട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. അത് എന്തുമാത്രം ടേസ്റ്റിയാണെന്നുള്ളത് നമുക്കറിയാം, ഹെൽത്തി ആണെന്നുള്ളത് അറിയാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ഈ ചക്കക്കുരു മെഴുക്കുരുട്ടി എന്ന് പറയുന്നത്. പക്ഷെ കഴിക്കാനോ എത്ര കഴിച്ചാലും മതി വരത്തുമില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റം. അപ്പോൾ ഒരു ഐറ്റം റെഡിയായി, അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എന്തോ ആദ്യം നമ്മൾ വെച്ചില്ലേ ചക്കക്കുരും സവാളയും വഴറ്റാൻ വെച്ചത്, അത് ഏകദേശം പരുവായി വന്നിട്ടുണ്ട്. അടിയിൽ പിടിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ 2 തക്കാളി അരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് അതിനെയും കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് തക്കാളിയുടെ നീരിറങ്ങി ഒന്ന് വേവാൻ പാകത്തിന് അടച്ചു വയ്ക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. വേറെ അല്പം പോലും വെള്ളം ചേർക്കണ്ട. ആ തക്കാളിയുടെ നീരിൽ തന്നെ അതൊന്നുകൂടെ വെന്ത് റെഡിയായി വരും. ആ വേവുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ഇത്തിരി അരപ്പ് തയ്യാറാക്കണം. അതിന് മിക്സിയുടെ ജാറെടുത്തിട്ട് ആവശ്യമുള്ള തേങ്ങ ഇടുക. എന്നിട്ട് എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കുക. ഒരല്പം മല്ലിപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ. അത് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ തക്കാളി ചേർത്ത് അടച്ചു വെച്ച ചക്കക്കുരുവിനെ നമുക്ക് അടപ്പ് തുറന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കും. ഇപ്പോൾ ഇതേ നോക്ക്, തക്കാളിയുടെ നീരിറങ്ങി ആ ചക്കക്കുരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ആ നീരിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അങ്ങനെ വെന്ത് വരാനായിട്ട് നമുക്ക് വീണ്ടും അതിനെ അടച്ചു വെച്ച് കൊടുക്കാം. ഒരല്പസമയം കഴിയുമ്പോൾ തക്കാളിയുടെ നീരിറങ്ങി തക്കാളിയും വെന്ത് സോഫ്റ്റായി, നമ്മുടെ ചക്കക്കുരുവും വെന്ത് നല്ല സോഫ്റ്റാവും.
കുഴഞ്ഞു പോകരുത് കേട്ടോ ചക്കക്കുരു. ആ സമയമാകുമ്പോൾ ദേ ഇതുപോലെ വെന്ത് നല്ല പരുവം നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ചക്കക്കുരുവിനെ. അങ്ങനെ വെന്ത് റെഡിയായി വരുമ്പോൾ നമുക്കിതിനെ ഇളക്കി ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഗ്രേവി ഇത് ചോറിനൊപ്പമായാലും അപ്പോൾ ദോശയോ ചപ്പാത്തി എന്തിനൊപ്പം കഴിക്കാനും പറ്റിയൊരു ഐറ്റമാണ്. അതിനനുസരിച്ചുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവിക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ അരച്ച് വെച്ചുകൊണ്ട് ഗ്രേവി ഒന്ന് കുറുകി തന്നെയായിരിക്കും കിട്ടുന്നത് നമുക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് വീണ്ടും ഇളക്കിയിട്ട് ആ ഗ്രേവി ഒന്ന് വെന്ത് കുറുകി പാകമാകാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കണം. പിന്നെ ഉപ്പൊന്ന് നോക്കണം, ഈ ഘട്ടത്തിൽ നമ്മൾ പോരാത്ത ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ആ ചക്കക്കുരു വഴറ്റാൻ സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്തതേ ഉള്ളൂ. എന്തായാലും ഗ്രേവിക്കും ആവശ്യമായ ഉപ്പ് കുറച്ചുകൂടെ വേണ്ടി വരും. അതിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് അത് നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വരട്ടെ. അതിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 4-5 മിനിറ്റിനകത്ത് ഇത് വെന്ത് കുറുകി വരുന്ന സമയമാവും. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഗ്രേവി എത്രത്തോളം വേണം ആ പരുവാകുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. ഓഫാക്കുന്നതിന് മുമ്പ് നമ്മളൊരല്പം മല്ലിയില നുറുക്കിയതും കൂടെ അത് ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ട് നമുക്ക് വേറെ ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റി ഒഴിച്ചു വയ്ക്കാം, ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട്. അത് നമുക്ക് വേറെ മാറ്റി ഒഴിച്ചു വെച്ചിട്ട് ഇതേ നോക്കൂ, നമ്മുടെ കറി ചക്കക്കുരു കൊണ്ടുള്ള കിടിലൻ കറിയാണ് കേട്ടോ ഇത്. എന്ത് ടേസ്റ്റും മണമാണെന്നറിയാമോ വെന്ത് വരുമ്പോഴത്തേക്ക്. അതങ്ങോട്ട് നമുക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ട് ഒരല്പം കടുക് താളിച്ച് ഇതിലേക്കൊന്ന് ഒഴിക്കണം കേട്ടോ. സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണയിൽ മുളകും കടുകും കറിവേപ്പിലയും ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ നുറുക്കിയതും കൂടെ ചേർത്ത് കടുക് വറുത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ അസൽ ചക്കക്കുരു കറി റെഡിയായി. എന്ത് ടേസ്റ്റുള്ള കറിയായെന്നറിയാമോ. ചോറിനൊപ്പം മാത്രമല്ല എന്തിനൊപ്പവും നമുക്കിത് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റിയായ ചക്കക്കുരു കറിയാണ്. ഇങ്ങനെ ഒരു കറി നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിച്ചിട്ടില്ലാത്തവർ ഇതേ രീതിയിൽ ഈ ചക്കക്കുരു കൊണ്ട് ഒരു കറി ഒന്ന് തയ്യാറാക്കി വെക്കേ. മീൻകറിയോ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്ര ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ചക്കക്കുരു കഴിക്കാത്ത കുട്ടികളായാലും മുതിർന്നവരായാലും ഈ കറിയുടെ ടേസ്റ്റ് കണ്ടാൽ കഴിച്ചു പോകും. അത്ര ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ.